ഇപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ ഉപ്പുമുളകിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ബാക്കിയുള്ള ആൾക്കാരൊന്നും അതിനകത്തൊന്നും അഭിനയിക്കുന്നൊന്നുമില്ല. നിഷ സാരംഗും അതോടെ തന്നെ ഉണ്ടെങ്കിൽ ബൈജു സോമാനൊന്നും അതിനകത്ത് അഭിനയിക്കുന്നില്ല. ബാക്കിയുള്ള പിള്ളേരും അതോടെ തന്നെ ആൾക്കാരും ചേർന്നാണ് ഇപ്പോഴും ആ ഷോ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിനുണ്ടായ ആ ഒരു കേസും കാരണമാണ്. പക്ഷേ അത് അവിടെ എന്തുകൊണ്ട് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം ആർക്കും അറിയത്തില്ല. നിഷ സാരംഗ് എന്തുകൊണ്ടാണ് തിരിച്ചു വരാത്തതെന്നുള്ള കാര്യം ഇതുവരെ ഒന്നും വെളിയിൽ വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ആൾക്കാർക്കുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിഷ സാരംഗ് ഒരു ഇൻ്റർവ്യൂ വരുന്നത്. അത് പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ്. ആയിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇത് കണക്ക് ആങ്കർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളുണ്ടെങ്കിൽ ഇത് കണക്ക് ഉപ്പുമുളകിൽ ഇപ്പോൾ ഇല്ലാത്തതെന്നുള്ള രീതിയിൽ. അതിന് മറുപടി ആയിട്ടുണ്ടെങ്കിൽ നിഷ സാരംഗ് പറഞ്ഞൊരു കാര്യം, തനിക്കിപ്പോൾ ഉണ്ടെങ്കിൽ ആരോഗ്യമായിട്ട് ഭയങ്കര ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് തനിക്കുണ്ടെങ്കിൽ ഉപ്പുമുളകിൽ ഡെയിലി വരാൻ സാധിക്കാത്തത്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് സിനിമയിൽ നിന്ന് ഓഫർ വരുന്നതും താനുണ്ടെങ്കിൽ ഇനി സിനിമയിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. അതോടെ തന്നെ ഇതേ കണക്ക് സീരിയലിലാണെങ്കിൽ എല്ലാ ദിവസവും പോകേണ്ടി വരും. തൻ്റെ ഒരു കണ്ടീഷനിലും മരുന്നെടുക്കുന്നതിനനുസരിച്ചും എല്ലാ ദിവസവും പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് താൻ വരാത്തത്. ഇനി മുതലെല്ലാം സിനിമയിലാണെന്നുള്ള രീതിയിലായിരുന്നു നിഷ പറഞ്ഞിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണെന്നും സത്യവും നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞെങ്കിലും ചില ഡൗട്ട് ഇപ്പോഴും ആൾക്കാരിലുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.